ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയറും. അപ്പോൾ ഞാൻ വന്നത് ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം പള്ളിയിലൊരു ചെറിയൊരു ക്രിസ്മസിൻ്റെ പുൽക്കൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്ന് എവിടെയും കാണിക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ഫോണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് വെട്ടിക്കൂട്ടി നിങ്ങളെല്ലാവരും കാണിക്കാമോ. അപ്പോൾ അതൊന്ന് ഞാൻ കാണിക്കുകയാണ്, കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഓക്കെ, ഇതൊരു സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. ഇത് കുറച്ച് സമയവും കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണത്. സിമൻറ്റും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഭാഗങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ പാലങ്ങളുണ്ട്, കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളുണ്ട്, അതുപോലെ ഈ കാണുന്ന പച്ചപ്പുല്ലുണ്ടല്ലോ, അത് നമ്മളെ കിളികൾക്ക് തീറ്റ കൊടുക്കുന്ന തെനയാണ് കേട്ടോ അതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു പുൽക്കൂടിൻ്റെ പുറകു വശമാണ് കേട്ടോ കാണുന്നത്. ഇതിൻ്റെ അകത്ത് പഴയ നമുക്ക് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ബക്കറ്റ്, ടാങ്ക്, പിന്നെ മേശ, കസേര, അങ്ങനെ ഒഴിവാക്കിയിട്ട സകല സാധനം എടുത്താണ് ഇതിൻ്റെ ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. രാത്രി കാലങ്ങളിലാണ് ഇതിൻ്റെ വർക്ക് കൂടുതൽ നടത്തിയിട്ടുള്ളത്. പിന്നെ പള്ളിയിലെ അച്ഛൻ, പിന്നെ പള്ളിയിലെ കമ്മിറ്റിക്കാർ, പള്ളിയിലെ നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരും ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. ഏകദേശം ഇതുപോലെ കുറച്ചൊരു സംഭവമാണ് മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഓരോ ദിവസം കഴിയുന്നതോറും ഐഡിയ മാറും, ഓരോ സംഭവങ്ങൾ പിന്നെയും ചെയ്യും. അങ്ങനെ നീണ്ടു പോയതാണ്. ഏകദേശം 10 ദിവസത്തോളം എടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു വർക്ക് തീർത്തത്. ഏകദേശം ഫൈനലായിട്ടുണ്ട്. എന്താ പറയുക, ഇതിൻ്റെ കുറച്ച് പെയിൻറ്റിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു ബാക്കിയുള്ളത്. അപ്പോൾ പെയിൻറ്റിൻ്റെ ഒരു കളറ് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സംഭവം നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ വേണ്ടി പള്ളിയിൽ ബാക്കിയുണ്ടായ പെയിൻ്റൊക്കെ എടുത്തിട്ടാണ് ഇത് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നില്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. ഇതിൻ്റെ അകത്ത് ഈ വെള്ളം ഒഴുകി വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മോട്ടറൊക്കെ വെച്ചിട്ടുള്ള. അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി, അപ്പോൾ അത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് എല്ലാവരും അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു.